പേടിക്കണോ? വേണ്ട. പക്ഷേ കരുതിയിരിക്കണോ? തീർച്ചയായും വേണം. ഒരു ക്രൂയിസ് ഷിപ്പ്, 3 മരണങ്ങൾ, പിന്നെ 2 പേർ ഒണ്ടാരിയോയിലേക്ക് തിരിച്ചു വന്ന യാത്രക്കാർ. ഇതാണ് MV ഹോണ്ടിയസ് ക്രൂയിസ് ഷിപ്പിലെ ഹാൻഡ വൈറസ് ഔട്ട്ബ്രേക്കിൻ്റെ സത്യം. ഏപ്രിൽ 1-ാം തീയതി അർജൻറ്റീനയിൽ നിന്ന് തുടങ്ങിയ ഈ യാത്ര ഒരു വലിയ വാർണിംഗ് സിഗ്നലായി മാറിക്കഴിഞ്ഞു. സാധാരണയായി എലികളിൽ നിന്ന് മാത്രം പകരുന്ന ഈ വൈറസ് ഷിപ്പുകളിൽ ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് പകർന്നു എന്നാണ് WHO പറയുന്നത്. ഇത്തരത്തിൽ ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ വളരെ റെയർ ആയതുകൊണ്ട് സയൻറ്റിസ്റ്റ് ഇതേപ്പറ്റി കൂടുതൽ പഠിക്കുന്നുണ്ട്. ഈ ഷിപ്പിൽ നിന്ന് നമ്മുടെ ഒണ്ടാരിയോയിലെ ഗ്രേ ബ്രൂസ് കൗണ്ടിയിൽ എത്തിച്ചേർന്ന ആ 2 ആൾക്കാരുടെ കാര്യം ഇപ്പോൾ എന്താണ്? അവരിപ്പോൾ വീട്ടിൽ വളരെ സ്ട്രിക്റ്റ് ഐസൊലേഷനിലാണ്. പക്ഷേ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായും ഇല്ല. പബ്ലിക് ഹെൽത്ത് പ്രോട്ടോകോൾസ് കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി സ്പ്രെഡ് ആകാനുള്ള സാധ്യതകൾ അവരവിടെ തന്നെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഡോക്ടർ കിരൺ മൂർ വ്യക്തമാക്കുന്നത് പോലെ ഇവർക്ക് ഇപ്പോൾ അസുഖത്തിൻ്റെ യാതൊരു ലക്ഷണങ്ങളുമില്ല. ഹെൽത്ത് ഒഫീഷ്യൽസ് അവരെ 45 ദിവസം ഡെയിലി മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഈ ഇൻക്യുബേഷൻ പീരീഡ് മുഴുവനും അവർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫുൾ കൺട്രോളിലായിരിക്കും. ഡേറ്റ പറയുന്നത് പബ്ലിക്കിന് ഈ വൈറസ് സ്പ്രെഡ് ആവാനുള്ള റിസ്ക് വളരെ വളരെ ലോ ആണ് എന്നാണ്. നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ഹാൻഡിൽ ചെയ്യാൻ ഫുള്ളി പ്രിപ്പയർഡുമാണ്. സോ ആബ്സല്യൂട്ട്ലി നോ നീഡ് ടു പാനിക്. കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്നത് വരെ വെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് മാത്രം വിശ്വസിക്കുക. താങ്ക് യു.